സോഷ്യൽ ബിഹേവിയർ ആൻഡ് ഡോമിനൻസ്. ജീവജാലങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധവും അതിന്മേൽ ജീവജാലങ്ങൾ കാണിക്കുന്ന സ്വഭാവ സവിശേഷതകളും ജീവജാലങ്ങൾക്ക് ഇടയിലുള്ള ഡോമിനൻസ് അഥവാ ആധിപത്യവും എന്ന വിഷയമാണ് സോഷ്യൽ ബിഹേവിയർ ആൻഡ് ഡോമിനൻസ് എന്ന ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. എന്താണ് സോഷ്യൽ ബിഹേവിയർ? ആനിമൽസ് ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ, ദിസ് ഈസ് കോൾഡ് സോഷ്യൽ ബിഹേവിയർ. വളരെ സിമ്പിളാണ്. ജീവജാലങ്ങൾ പരസ്പരം ബന്ധപ്പെടുന്നുണ്ട്. ആ ബന്ധപ്പെടുന്ന രീതിയെയാണ് നമ്മൾ സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത്. ദാറ്റ് ഹെൽപ്സ് ഇൻ ആനിമൽസ് സർവൈവ് ആൻഡ് റീപ്രൊഡ്യൂസ്. ഇങ്ങനെ ജീവജാലങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് അവയ്ക്ക് സർവൈവൽ, അവയുടെ ജീവൻ നിലനിർത്തുന്നതിനും വംശവർദ്ധനവും നടത്തുന്നതിനും സഹായിക്കും. സം ആനിമൽസ് ലിവ് ഇൻ ഗ്രൂപ്പ്സ്. ഗ്രൂപ്പ്സ് ക്യാൻ ഹെൽപ്പ് ആനിമൽ ഫൈൻഡ് ഫുഡ് ആൻഡ് പ്രൊട്ടക്ട് ദംസെൽസ്. ചില ആനിമൽസ്, ജന്തുക്കൾ കൂട്ടമായിട്ടാണ് താമസിക്കുന്നത്. ഇങ്ങനെ കൂട്ടമായിട്ട് താമസിക്കുന്നത് കൊണ്ട് ഭക്ഷണം കണ്ടെത്തുന്നതിനും അവയ്ക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും ഇങ്ങനെ കൂട്ടമായി താമസിക്കുന്നത് ജീവജാലങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒന്നാണ്. ആനിമൽസ് ഇൻ ഗ്രൂപ്പ് മേ കോഓപ്പറേറ്റ്. ദേ മേ വർക്ക് ടുഗദർ ടു റേസ് യങ് ഓർ ഡിഫെൻഡ് ദെയർ ടെറിട്ടറി. ജീവജാലങ്ങൾ ഒരുമിച്ച് കാണുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനും അവയുടെ ടെറിട്ടറി, ജീവജാലങ്ങൾ കാണപ്പെടുന്ന പ്രദേശം അല്ലെങ്കിൽ ഒരു ജീവി ജീവിക്കുന്ന ചുറ്റുപാട്, അത് സംരക്ഷിക്കുന്നതിനും ഇങ്ങനെ കൂട്ടമായിട്ട് താമസിക്കുന്നത് ജീവജാലങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു പ്രത്യേകതയാണ്. ചില ആനിമൽസ് എടുക്കുകയാണെങ്കിൽ അവ കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ. ഇങ്ങനെ കൂട്ടമായിട്ട് താമസിക്കുന്ന ജീവജാലങ്ങൾ തമ്മിൽ തന്നെ കോമ്പീറ്റ് ചെയ്യും, മത്സരിക്കും, ആധിപത്യം നേടുന്നതിന് വേണ്ടി മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. ദേ മേ കോമ്പീറ്റ് ഫോർ ഫുഡ്, മെയ്റ്റ്സ് ഓർ സ്റ്റാറ്റസ്. അത് ഭക്ഷണത്തിന് വേണ്ടിയാകാം, ഇണയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ സ്റ്റാറ്റസ് അതായത് ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയും പരസ്പരം പോരടിക്കാറുണ്ട്. ഇനി ഈ ബിഹേവിയർ എങ്ങനെ ഉണ്ടാകുന്നു എന്നത് നമ്മൾ പരിശോധിച്ചാൽ ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ജനറ്റിക്സ്, എൻവയോൺമെൻറ്റ് ആൻഡ് എക്സ്പീരിയൻസ്. ചുറ്റുപാടുകൾക്കനുസൃതമായിട്ട്, ജനിതകപരമായിട്ട്, പിന്നീട് എക്സ്പീരിയൻസ്, അവ നേരിടുന്ന പ്രതിസന്ധികൾ അല്ലെങ്കിൽ നേരിടുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവജാലങ്ങളുടെ ബിഹേവിയർ, സ്വഭാവം എപ്പോഴും വ്യത്യാസപ്പെടാറുണ്ട്. ഇനി ടൈപ്സ് ഓഫ് ബിഹേവിയർ, ഏതൊക്കെ തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന് കോഓപ്പറേഷൻ എന്ന പ്രത്യേകതയാണ്. ആനിമൽസ് വർക്ക് ടുഗദർ ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ് സച്ച് ആസ് ഹണ്ടിങ് ഇൻ പാക്സ് ഓർ റേസിംഗ് യങ് കോഓപ്പറേറ്റീവ്ലി. സാധാരണയായിട്ട് പരസ്പര ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സഹായം ചെയ്തുകൊണ്ട് ഒരുമിച്ച് ജീവിക്കുന്നതിനെയാണ് കോഓപ്പറേഷൻ എന്ന് പറയുക. അത് വേട്ടയാടുന്നതിനാകാം, കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനാകാം, അല്ലെങ്കിൽ അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിന്, മൈഗ്രേറ്റ് ചെയ്യുന്നതിനൊക്കെ കോഓപ്പറേഷൻ എന്ന് പറയുന്ന ബന്ധം അല്ലെങ്കിൽ ബിഹേവിയർ കാണിക്കാറുണ്ട്. രണ്ടാമത്തത് അൾട്രൂയിസം എന്ന് പറയുന്ന ബിഹേവിയറാണ്. വൺ ആനിമൽ ഹെൽപ്സ് അനദർ അറ്റ് ഇറ്റ്സ് ഓൺ എക്സ്പെൻസ്. ദിസ് മേ സീൻ കോൺട്രഡിക്ടറി ടു സർവൈവൽ, ബട്ട് ഇറ്റ് ക്യാൻ ബെനിഫിറ്റ് റിലേറ്റീവ്സ് ആൻഡ് ദസ് ദ ആനിമൽസ് ജീൻസ്. ഒരു ആനിമൽ, ഒരു ജീവി അതിൻ്റെ എക്സ്പെൻസ്, അത് സ്വന്തം നിലയിൽ മറ്റുള്ള ജീവിയെ സഹായിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ആൾട്രൂയിസം എന്ന് പറയുക. അത് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ടാകണമെന്നില്ല, പക്ഷേ ഒരു ജീവിക്ക് പ്രയോജനമുണ്ടാവുകയും മറ്റു ജീവി അല്ലെങ്കിൽ ഏത് ജീവിയാണോ മറ്റൊരു ജീവിയെ സഹായിക്കുന്നതിന് അതിന് ഹാമൊന്നും അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പരസ്പര ബന്ധത്തെയാണ് നമ്മൾ ആൾട്രൂയിസം എന്ന് പറയുന്നത്. മൂന്നാമത്തത് കോമ്പറ്റീഷനാണ്. ഭക്ഷണത്തിനും ഇണയ്ക്കും അതിൻ്റെ ടെറിട്ടറി, അതിൻ്റെ ചുറ്റുപാടിനെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, നിലനിർത്താൻ വേണ്ടിയിട്ട് പരസ്പരം പോരടിക്കുന്നതിനെയാണ് നമ്മൾ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇനി ആനിമൽസിൻ്റെ ബിഹേവിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ആനിമൽസ് കൂട്ടമായിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനമുണ്ട്. ആനിമൽ എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ യൂസിങ് സിഗ്നൽ ലൈക്ക് സൗണ്ട്സ്, ഗസ്റ്റേഴ്സ് ഓർ കെമിക്കൽസ്. ദിസ് ഈസ് എസെൻഷ്യൽ ഫോർ കോർഡിനേറ്റിംഗ് സോഷ്യൽ ബിഹേവിയർ. ജീവജാലങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് കമ്മ്യൂണിക്കേഷൻ. അത് ശബ്ദം കൊണ്ടാകാം, ഗസ്റ്റേഴ്സ് ചില അനക്കങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ ചില കെമിക്കൽസ്, ഫെറമോൺ പോലെയുള്ള കെമിക്കലുകൾ ഉപയോഗിച്ചിട്ട് ജീവജാലങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെടാറുണ്ട്. ഇത് ഇങ്ങനെയുള്ള ബന്ധപ്പെടൽ ജീവജാലങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിൽ അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകൾ ഉണ്ടാകുന്നതിനും സഹായിക്കുന്ന ഒന്നാണ്. പിന്നീട് കാണാൻ കഴിയുന്ന ഒരു ബിഹേവിയറാണ് പേരൻ്റൽ കെയർ. അത് മനുഷ്യനുൾപ്പെടെയുള്ള മാമൽസിലും
അതിന് താഴെയുള്ള ജീവജാലങ്ങൾ, തൊട്ട് താഴെയുള്ള ജീവജാലങ്ങൾ തൊട്ട് ഉറുമ്പ് വരെയുള്ള ജീവജാലങ്ങളിൽ, അങ്ങനെ അതായത് നട്ടലില്ലാത്ത ജീവജാലങ്ങളിൽ വരെ പേരൻ്റൽ കെയർ എന്ന് പറയുന്ന സ്വഭാവ സവിശേഷതകൾ നമുക്ക് കാണാൻ കഴിയും. കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് കൂട്ടമായിട്ട് താമസിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്വഭാവ സവിശേഷതകളെയുമാണ് നമ്മൾ പേരൻ്റൽ കെയർ എന്ന ബിഹേവിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ സോഷ്യൽ ബിഹേവിയറിൻ്റെ, പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കുന്നതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് നോക്കിയാൽ, ഒന്ന് ഇൻക്രീസ്ഡ് സർവൈവലാണ്. ദീർഘനാൾ ജീവിക്കാനായിട്ടുള്ള സാഹചര്യം കൂട്ടമായിട്ട് താമസിക്കുന്നത് കൊണ്ട് ഉണ്ട്. കാരണം അതിൻ്റെ ടെറിട്ടറി സംരക്ഷിക്കാനും ഭക്ഷണം കണ്ടെത്താനും അതിൻ്റെ എതിരാളികളെ അല്ലെങ്കിൽ പ്രിഡേറ്റേഴ്സിനെ തുരത്താനും അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുമൊക്കെ സോഷ്യൽ ബിഹേവിയർ സഹായിക്കുന്നുണ്ട്. ഇംപ്രൂവ്ഡ് റീപ്രൊഡക്ഷൻ, കൂടുതൽ വേഗത്തിൽ കുഞ്ഞുങ്ങളെ വളർത്താനും ഇണയെ കണ്ടെത്താനും കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുപോകാനും സോഷ്യൽ ബിഹേവിയർ സഹായിക്കുന്ന ഒന്നാണ്. ഡിവിഷൻ ഓഫ് ലേബർ, തേനീച്ച, ഉറുമ്പ് പോലെയുള്ള ജീവജാലങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവയിൽ ജോലികൾ വേർതിരിച്ച് ഓരോ ഗ്രൂപ്പിന് കൊടുത്തുകൊണ്ടാണ് ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു കോളനി നിലനിൽക്കുന്നത്. അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ, ജോലി വിതരണം ചെയ്ത് കൊടുക്കാനായിട്ട് കൂട്ടമായിട്ട് താമസിക്കുന്നത് സഹായിക്കും. ലേണിംഗ് ആൻഡ് കൾച്ചറൽ ട്രാൻസ്മിഷൻ, സോഷ്യൽ ആനിമൽസ് ക്യാൻ ലേൺ ഫ്രം ഈച്ച് അതർ. കൂട്ടമായിട്ട് താമസിക്കുന്നത് കൊണ്ടുള്ള മറ്റൊരു ഗുണമാണ് മുതിർന്ന ജീവജാലങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അത് പെരുമാറുന്നതും അത് രക്ഷപ്പെടുന്നതും അത് ഹണ്ട് ചെയ്യുന്നതുമൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ലേണിംഗ്, പഠനം സാധ്യമാകുന്നത് ഇങ്ങനെയുള്ള കൂട്ടമായിട്ട് താമസിക്കുന്നത് പോലെയാണ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാമ്പിൾസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ഹണി ബീയുടെ കോളനി എന്ന് പറയുന്നത്. ലിവ് ഇൻ ഹൈലി ഓർഗനൈസ്ഡ് കോളനീസ് വിത്ത് എ ഡിവിഷൻ ഓഫ് ലേബർ എമംഗ് വർക്കേഴ്സ്, ഡ്രോൺസ് ആൻഡ് ക്യൂൻ. ദേ കമ്മ്യൂണിക്കേറ്റ് യൂസിങ് കോംപ്ലക്സ് ഡാൻസസ്. കൂട്ടമായിട്ട് ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് നല്ലൊരു ഉദാഹരണമാണ് തേനീച്ചകൾ. തേനീച്ചക്കൂട്ടം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വർക്കേഴ്സ്, ജോലി ചെയ്യുന്ന ഒരു വിഭാഗം തേനീച്ചകളുണ്ടായിരിക്കും. അതായത് കൂട് ഉണ്ടാക്കുന്നതും കൂട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതൊക്കെ വർക്കേഴ്സാണ്. ഡ്രോണുകൾ എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള തേനീച്ചകളാണ് തേൻ കൊണ്ടുവരുന്ന, കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന തേനീച്ചകൾ. ആൻഡ് ക്യൂനാണ് മുട്ടയിടുന്നത്. എല്ലാ ഹൈവിലും അല്ലെങ്കിൽ കൂടിലും മുട്ടയിടുന്നത് റാണി ഈച്ചയാണ്. അപ്പം ഇങ്ങനെ വിവിധ വിഭാഗങ്ങളായിട്ട് തേനീച്ചകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന വിവിധ വിഭാഗങ്ങൾ, ഡ്രോൺസും വർക്കേഴ്സ്, ക്യൂൻ എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ട വിഭാഗമായിട്ട് തേനീച്ചകൾ തന്നെയുണ്ട്. അവ ഓരോന്നും ഓരോ ജോലി ചെയ്യുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കും. ഇതൊരു നല്ല ഒരു ഉദാഹരണമാണ്. ഇനി നമ്മൾ ചെന്നായ ഓൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് പാക്കായിട്ടാണ് അല്ലെങ്കിൽ കൂട്ടമായിട്ടാണ് വേട്ടയാടുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഭക്ഷണത്തെ കണ്ടെത്തുന്നതിനും അതിനേക്കാൾ വലിയ ഇരയെ അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായ ഇരയെ കൂട്ടമായിട്ട് പിടിക്കുന്നതിന്, ഓടിച്ചിട്ട് പിടിക്കുന്നതിന്, ഹണ്ട് ചെയ്യുന്നതിന് അതിൻ്റെ പാക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടമായിട്ട് ജീവിക്കുന്നതുകൊണ്ട് അത് സാധ്യമാകുന്നുണ്ട്. ആഫ്രിക്കൻ വൈൽഡ് ഡോഗ്, നമ്മൾ കാട്ടുപട്ടികൾ, ആഫ്രിക്കൻ മാത്രമല്ല എല്ലാ കാട്ടുപട്ടികൾ എടുത്തു നോക്കിയാലും കാട്ടുപട്ടികൾ കൂട്ടമായിട്ടാണ്, ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്, വേട്ടയാടുന്നത്. അതുകൊണ്ട് അവയ്ക്ക് ഭക്ഷണം കൃത്യമായ ഇടവേളയിൽ അല്ലെങ്കിൽ ഭക്ഷണം കണ്ടെത്തുന്നതിന് ബുദ്ധിമുട്ട് ഉണ്ടാകുകയില്ല. മീർക്യാറ്റ്, അതും ഇതുപോലെ പ്രെഡേറ്റേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഓടി ഒളിക്കും. അല്ലെങ്കിൽ ലിവ് ഇൻ ഗ്രൂപ്പ്സ് വിത്ത് കോംപ്ലക്സ് സിസ്റ്റം സെൻറ്റിനൽസ് ദാറ്റ് വാൺ ഓഫ് പ്രിഡേറ്റേഴ്സ്. അതായത് പ്രിഡേറ്റേഴ്സിനെ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള വാർണിംഗ് സിഗ്നൽ അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെ നമുക്ക് ഇതിന് മീർ ക്യാറ്റിൽ കാണാൻ കഴിയും. ഹ്യൂമൻസ്, മനുഷ്യനെടുത്ത് നോക്കുകയാണെങ്കിൽ മനുഷ്യന് ശബ്ദം ഉപയോഗിച്ച് പല രീതിയിൽ അല്ലെങ്കിൽ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് പല രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. മനുഷ്യൻ്റെ കമ്മ്യൂണിക്കേഷൻ മറ്റ് ജീവജാലങ്ങളുമായിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരുപാട് തരത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എല്ലാ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടും സോഷ്യലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താറുണ്ട്. ബിഹേവിയർ വ്യത്യാസമാണ്. അത് ഹ്യൂമൻ്റെ പല സബ് സ്പീഷീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ബിഹേവിയർ വ്യത്യാസമായിട്ട് കാണാൻ സാധിക്കും. ഇനി അടുത്തത് ഡോമിനൻസ് ഹൈറാർക്കി എന്ന വിഷയമാണ്. ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സോഷ്യൽ സ്ട്രക്ചർ ഇൻ വിച്ച് ആനിമൽസ് ആർ റാങ്ക്ഡ് അക്കോർഡിംഗ് ടു ദെയർ പവർ ആൻഡ് ഇൻഫ്ലുവൻസ്. കൂട്ടമായിട്ട് താമസിക്കുന്ന ജീവജാലങ്ങളിൽ അതിൻ്റെ നേതൃത്വത്തിൽ വരാൻ വേണ്ടിയിട്ട് ശക്തിയും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് പെരുമാറുന്ന രീതിയെയാണ് നമ്മൾ ഡോമിനൻസ് എന്ന് പറയുന്നത്. ദ ആനിമൽ അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഹൈറാർക്കി ഈസ് കാൾഡ് ഡോമിനൻ്റ് ആനിമൽ
ആൻഡ് ദ ആനിമൽസ് അറ്റ് ദ ബോട്ടം ആർ സബോർഡിനേറ്റ് ആനിമൽസ്. ഇങ്ങനെ ശക്തിയും ബുദ്ധിയും ഉള്ള ഒരു ഗ്രൂപ്പിലെ ജീവിയായിരിക്കും അതിൻ്റെ ഡോമിനൻ്റ് ആനിമൽ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം സബോർഡിനേറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന് താഴെ വരുന്ന ജീവജാലങ്ങൾ ആയിരിക്കും. അതിൻ്റെ ഫോർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫോംഡ് ത്രൂ ഫൈറ്റിംഗ്, ഡിസ്പ്ലേസ് ഓഫ് അഗ്രഷൻ ഓർ അതർ ഫോംസ് ഓഫ് കോമ്പറ്റീഷൻ. സാധാരണയായിട്ട് സിംഹവും കരടിയും അല്ലെങ്കിൽ ക്യാറ്റ് വിഭാഗത്തിൽ വരുന്ന ജീവജാലങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവയ്ക്കിടയിൽ ഡോമിനൻസ് ഉണ്ടാക്കിയെടുക്കുന്നത് പരസ്പരം പോരടിച്ചാണ്, ഫൈറ്റ് ചെയ്തിട്ടാണ്. ഇനി കുരങ്ങന്മാരെ പോലുള്ള ജീവജാലങ്ങൾ നോക്കുകയാണെങ്കിൽ ഫൈറ്റ് ചെയ്യുന്നത് കൂടാതെ തന്നെ അഗ്രഷൻ, അവയുടെ ശബ്ദവും പെരുമാറ്റവും ഒക്കെ ഡോമിനൻസിനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഡോമിനൻസിലേക്ക് എത്തിക്കുന്ന സംവിധാനങ്ങളാണ്. വൺസ് എ ഹൈറാർക്കി ഈസ് എസ്റ്റാബ്ലിഷ്, ഇറ്റ് ഈസ് യൂഷ്വലി മെയിൻറ്റെയിൻഡ് ത്രൂ റിച്വലൈസ്ഡ് ബിഹേവിയർ സച്ച് ആസ് പോസ്ചറിങ് ഓർ വോക്കലൈസേഷൻ. ഒരിക്കലൊരു ഗ്രൂപ്പിൽ ഒരു ഹൈറാർക്കി, ഒരു ആനിമൽ അതിൻ്റെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ദീർഘനാൾ അങ്ങനെ ടോപ്പിൽ അല്ലെങ്കിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ചില ബിഹേവിയർ അത് കാണിക്കാറുണ്ട്. അതിൻ്റെ ഗസ്റ്റേഴ്സ്, നടപ്പും അതിൻ്റെ ശബ്ദവും അതിൻ്റെ പ്രകടനങ്ങളൊക്കെ അതിൻ്റെ ഡോമിനൻസിനെ കാണിക്കുന്ന രീതിയിൽ അത് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ മറ്റുള്ള ജീവികൾ അത് അടങ്ങിയിരിക്കുകയോ മിണ്ടാതിരിക്കുകയോ ശബ്ദം വയ്ക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതി നമുക്ക് ക്യാറ്റ്, അതായത് ലയൺ വിഭാഗത്തിലും ഒക്കെ നമുക്കത് കാണാൻ സാധിക്കും. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഡോമിനൻസ് ഹൈറാർക്കീസ് ക്യാൻ ഹെൽപ്പ് ടു റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് വിത്തിൻ എ ഗ്രൂപ്പ് ആൻഡ് എൻഷുർ ദാറ്റ് റിസോഴ്സസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഫെയർലി. ഡോമിനൻസ് മൂലം കിട്ടുന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട പ്രയോജനമെന്ന് പറയുന്നത് ഒരു കൂട്ടത്തിനിടയിൽ കോൺഫ്ലിക്റ്റ്, പരസ്പരം വഴക്കുണ്ടാകാതെ നിലനിന്ന് പോകാൻ ഡോമിനൻസ് നല്ലതാണ്, അല്ലെങ്കിൽ ഒരു ഹൈറാർക്കി നല്ലതാണ്. അതുപോലെ തന്നെ കിട്ടുന്ന ഭക്ഷണം ഈക്വലായിട്ട് എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഡോമിനൻസ് തയ്യാറാകും, അല്ലെങ്കിൽ അതുമൂലം സാധ്യമാകും. ഡോമിനൻ്റ് ആനിമൽസ് ടിപ്പിക്കലി ഹാവ് പ്രിഫറൻഷ്യൽ ആക്സസ് ടു ഫുഡ്, മീറ്റ് ആൻഡ് അതർ റിസോഴ്സസ്. ശക്തനായ ഒരു ആനിമലിനായിരിക്കും ഡോമിനൻ്റ് ആയിട്ടുള്ള ആനിമൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവനായിരിക്കും ആദ്യം ഭക്ഷണം കിട്ടുന്നത്, ഏറ്റവും നല്ല ഇണയെ കിട്ടുന്നത്, മറ്റ് റിസോഴ്സുകൾ അല്ലെങ്കിൽ കിടക്കാനും അല്ലെങ്കിൽ അത് താമസിക്കാനുമൊക്കെ ഉള്ള ഏറ്റവും നല്ല ഇടമൊക്കെ ഡോമിനൻ്റ് ആയിട്ടുള്ള ആനിമലിന് വേണ്ടിയിട്ട് റിസർവ്ഡ് ചെയ്ത് വെച്ചിരിക്കും. അതിൻ്റെ കോസ്റ്റ്, അതുകൊണ്ടുള്ള നഷ്ടം എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ആനിമൽസ് മേ എക്സ്പീരിയൻസ് സ്ട്രെസ് ആൻഡ് റെഡ്യൂസ്ഡ് ആക്സസ് ടു റിസോഴ്സ്. They may also be more vulnerable to predation or disease. നേതാവിന് അല്ലെങ്കിൽ ഡോമിനൻ്റ് ആനിമലിന് എല്ലാം റിസോഴ്സും കിട്ടുമ്പോൾ അതിന് തൊട്ട് താഴെയുള്ള ജീവജാലങ്ങൾ എപ്പോഴും സ്ട്രെസ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഡോമിനൻ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും. പക്ഷേ അതിനെപ്പോഴും പരാജയം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുപോലെ റിസോഴ്സ്, ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളൊക്കെ എല്ലാ ജീവജാലങ്ങൾക്കും കിട്ടണമെന്നില്ല. അതുകൊണ്ട് അസുഖം വന്ന് പിടിപെട്ട് മരിക്കാനോ അല്ലെങ്കിൽ വൾണറബിൾ ടു പ്രിഡേഷൻ, മറ്റ് ജീവജാലങ്ങൾ പിടിക്കാനൊക്കെയുള്ള സാധ്യത അത്തരം ജീവജാലങ്ങളിൽ കൂടുതലുമായിരിക്കും. ഇനി മറ്റൊരു വിഷയമാണ് ടെറിട്ടോറിയാലിറ്റി ആൻഡ് ഹോം റേഞ്ച് എന്നുള്ള ഒരു വിഷയം. അത് ജീവജാലങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ്. ടെറിട്ടോറിയാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ ഡിഫെൻസ് ഓഫ് എ സ്പീഷീസ് സ്പെസിഫിക് ഏരിയ എഗനിസ്റ്റ് അതർ ഇൻഡിവിജ്വൽസ്, യൂഷ്വലി ഓഫ് ദ സെയിം സ്പീഷീസ്. Animals may defend territories for a variety of reasons, such as to secure access to food, mates or breeding sites. ടെറിട്ടോറിയാലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ജീവി അതിൻ്റെ ജീവിത സൗകര്യങ്ങളെല്ലാം കണ്ടെത്തി അത് ഡിഫെൻഡ് ചെയ്യാനായിട്ട്, അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു പ്രദേശം കൈയടക്കി വെച്ചിട്ടുണ്ടാകും. ഇങ്ങനെ കൈയടക്കി വെച്ചിരിക്കുന്ന പ്രദേശത്തിൻ്റെ ആണ് നമ്മൾ ടെറിട്ടറി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്വഭാവം അത് കാണിക്കുന്ന ജീവജാലങ്ങളുടെ ആണ് നമ്മൾ ടെറിട്ടോറിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ടെറിട്ടോറിയാലിറ്റി എന്ന് പറയുന്ന ബിഹേവിയർ അല്ലെങ്കിൽ സ്വഭാവം കാണിക്കുന്ന ജീവിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മീറ്റ്, അതിൻ്റെ ഇണയെ കണ്ടെത്താനും അതിൻ്റെ ഭക്ഷണം കണ്ടെത്താനും അത് മറ്റു ജീവികളെ അതിനെ പിടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു പ്രദേശം അതിൻ്റെ നിയന്ത്രണത്തിലാക്കി വെക്കും. ഇങ്ങനെ നിയന്ത്രണത്തിലാക്കി വെക്കുന്ന പ്രത്യേകതയാണ് നമ്മൾ ടെറിട്ടോറിയാലിറ്റി എന്ന് പറയുന്നത്. ആ നിയന്ത്രണത്തിലാക്കി വെക്കുന്ന പ്രദേശത്തെ നമ്മൾ ടെറിട്ടറി എന്നും പറയും. ഹോം റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഏരിയ ദാറ്റ് ആൻ ആനിമൽ റെഗുലർലി ട്രാവൽ വിത്തിൻ ബട്ട് ഡസ് നോട്ട്
necessarily to defend. Home range may be overlap with those of other individuals. ഇവിടെ ടെറിട്ടോറിയാലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്പീഷീസ് അതേ സ്പീഷീസുമായിട്ട് അല്ലെങ്കിൽ അതേ കുടുംബത്തിൽ വരുന്ന ജീവജാലങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഇടത്തേക്ക് അല്ലെങ്കിൽ താമസിക്കുന്ന പ്രദേശത്തേക്ക് കടന്നു വരാൻ അനുവദിക്കാതെ ഡിഫെൻഡ് ചെയ്യുന്നത്. എന്നാൽ ഹോം റേഞ്ച് എന്ന് പറയുന്നത് ഒരു ജീവി ജീവിക്കുന്ന ടെറിട്ടറിയും കഴിഞ്ഞിട്ട് അത് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങൾ താമസിക്കുന്ന മറ്റു ടെറിട്ടറിയിലേക്കൊക്കെ പോയി വരുന്നുണ്ടാകും. അത് ഭക്ഷണം കണ്ടെത്താനാകാം, അല്ലെങ്കിൽ ഇണയെ കണ്ടെത്താനാകാം. അപ്പം ഒരു ജീവി ടെറിട്ടറി വിട്ട് അതിൻ്റെ പുറത്തേക്ക് സഞ്ചരിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ആ പ്രദേശങ്ങളെ മൊത്തത്തിൽ നമ്മൾ എന്ത് പറയും, ഹോം റേഞ്ച് എന്ന് പറയും. അപ്പം ഇതൊക്കെ ടെറിട്ടറി, അതായത് ഒരു ജീവിയുടെ ടെറിട്ടറിയുടെ പടങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതും ടെറിട്ടറിയാണ്. അപ്പോൾ ഈ ടെറിട്ടറിയിൽ നിന്നും അത് അടുത്തൊരു ടെറിട്ടറിയിലേക്ക് എന്ത് ചെയ്യും, അത് മൂവ് ചെയ്യും. എപ്പോഴും ഇതിൽ തന്നെ നിലനിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ ഏരിയ അവൻ എന്ത് ചെയ്യും, അവൻ ഡിഫെൻഡ് ചെയ്യും. മറ്റ് ജീവികൾ, അതായത് സ്വന്തം സെയിം സ്പീഷീസിലുള്ള ഏതെങ്കിലും ജീവി കടന്നു വരാതെ ഈ ഏരിയ അവൻ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ ബിഹേവിയറിനെ നമ്മൾ ടെറിട്ടോറിയാലിറ്റി ബിഹേവിയർ എന്ന് പറയും. എന്നാൽ അവൻ എന്ത് ചെയ്യാറുണ്ട്, ഈ ഏരിയയും കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോയി എന്ത് ചെയ്യാറുണ്ട്, സന്ദർശനം നടത്താറുണ്ട്. അങ്ങനെ സന്ദർശനം നടത്തുന്ന മൊത്തത്തിലുള്ള ഏരിയയാണ് നമ്മൾ എന്ത് പറയുക, ഹോം റേഞ്ച് എന്ന് പറയാം. ടെറിട്ടോറിയാലിറ്റിയും ഹോം റേഞ്ചും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ they are related concept. An animal's territory is typically a subset of its home range. ഒരു ആനിമലിൻ്റെ ടെറിട്ടറി എന്ന് പറയുന്നത് അതിൻ്റെ ഹോം റേഞ്ചിനകത്ത് വരുന്ന ഏതെങ്കിലും ഒരു പ്രദേശമായിരിക്കും. ഹോം റേഞ്ച് എന്ന് പറയുന്നത് വലിയൊരു പ്രദേശമാണ്. അതിനകത്ത് ഏതെങ്കിലും ഒരു നിശ്ചിത പ്രദേശം മാത്രമായിരിക്കും ടെറിട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് ബേർഡ്സ്, ഫിഷ്, മാമൽസ്, ഇൻസെക്ട്സ് തുടങ്ങിയവയൊക്കെ ഇത്തരം മിക്കവാറും നമുക്ക് കാണാൻ കഴിയുന്നത് ഡോഗ് പോലെ, പട്ടി പോലെയുള്ള ജീവജാലങ്ങൾ, സിംഹം, പുലി, കടുവ തുടങ്ങിയവയൊക്കെ ടെറിട്ടറി അല്ലെങ്കിൽ ടെറിട്ടോറിയാലിറ്റി എന്ന് പറയുന്ന ബിഹേവിയർ കാണിക്കുന്ന ജീവികളാണ്. ഇനി മോർണിംഗ് ബിഹേവിയർ എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അതായത് മനുഷ്യന് ഫീലിങ്സ് ഉണ്ട്, കരയുക, ചിരിക്കുക, അല്ലെങ്കിൽ ദേഷ്യം വരിക തുടങ്ങിയ സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സവിശേഷത മനുഷ്യനുണ്ട്. ജന്തുക്കളും അങ്ങനെ അവയുടെ വികാരങ്ങൾ, അവയുടെ ദുഃഖമാകാം, അല്ലെങ്കിൽ സങ്കടമാകാം, സന്തോഷമാകാം, അല്ലെങ്കിൽ വെറുപ്പാകാം തുടങ്ങിയവ പ്രകടിപ്പിക്കാൻ കഴിവുള്ള ജീവജാലങ്ങളുണ്ട്. ഇങ്ങനെ ഒരു ജീവി മരണപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴോ അല്ലെങ്കിൽ കുഞ്ഞ് മറ്റു ജീവികൾ പിടിക്കാൻ വരുമ്പോഴോ ഒക്കെ പ്രകടിപ്പിക്കുന്ന ഈ വികാര പ്രകടനങ്ങളെയാണ് നമ്മൾ മോർണിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിസ്പ്ലേ ഓഫ് ഗ്രീഫ് ഓർ സാഡ്നെസ് ഇൻ റെസ്പോൺസ് ടു ദ ഡെത്ത് ഓഫ് അനദർ ഇൻഡിവിജ്വൽ, യൂഷ്വലി ക്ലോസ് റിലേറ്റീവ് ഓർ സോഷ്യൽ പാർട്ട്ണർ. അതായത് കൂടെയുള്ള ഒരാൾ മരിക്കുമ്പോഴോ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്, ഒരു കുഞ്ഞു മരിക്കുമ്പോഴോ ഒക്കെ ഒരു ജീവി കാണിക്കുന്ന സാഡ്നെസ് അല്ലെങ്കിൽ ഗ്രീഫ് അല്ലെങ്കിൽ പ്രയാസം, വെറുപ്പ് തുടങ്ങിയവയാണ് നമ്മൾ മോർണിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത്. There is evidence that some animals such as elephants, chimpanzees and dolphins exhibit morning behavior. മിക്കവാറും ജീവജാലങ്ങൾ, പ്രത്യേകിച്ച് ചിമ്പൻസിയും എലഫൻസും ഒക്കെ ഡോൾഫിൻസൊക്കെ ഇത്തരം മോർണിംഗ് ബിഹേവിയർ കാണിക്കുന്ന ജീവികളാണ്. അതിനൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ എലഫൻസ് മേ ജെന്റ്ലി ടച്ച് ആൻഡ് കെയർസ് ദ ബോഡീസ് ഓഫ് ഡെഡ് റിലേറ്റീവ്സ്. അപ്പോൾ ഒരു ആനയുടെ കുട്ടി മരിച്ചു പോയി കഴിഞ്ഞാൽ ദിവസങ്ങളോളം അതിൻ്റെ അടുത്ത് തന്നെ അമ്മയാന എന്ത് ചെയ്യും, നിൽക്കും. അതിനെ ഇങ്ങനെ തലോടിയും പൊക്കിയും എടുത്തും കാലുകൊണ്ട് അല്ലെങ്കിൽ കാലുകൊണ്ട് പതുക്കെ മുന്നോട്ട് നിരക്കി നീക്കിയൊക്കെ അതിനെ എഴുന്നേൽപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഈ മോർണിംഗ് ബിഹേവിയറിന് എക്സാമ്പിളാണ്. ചിമ്പൻസി മേ ഷോ റെഡ്യൂസ്ഡ് ആക്ടിവിറ്റി ആൻഡ് അപ്റ്റൈറ്റ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് എ ക്ലോസ് കമ്പാനിയൻ. ഈ ചിമ്പൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇണ മരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കുഞ്ഞ് അല്ലെങ്കിൽ ബന്ധു എന്നുള്ള രീതിയിൽ കുഞ്ഞോ ഇണയോ ഒക്കെ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരിക്കുകയും ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ആക്ടിവിറ്റിയും ഇല്ലാതെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിനകത്ത് കോൺട്രവേഴ്സി ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് അത് ഗ്രീഫായിരിക്കാം അല്ലെങ്കിൽ സാഡ്നെസ് ആയിരിക്കാം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ തന്നെ ആണോ എന്നുള്ളത് പഠന വിഷയമാകേണ്ടുന്ന ഒരു കോൺട്രവേഴ്സ്യലായിട്ടുള്ള ഒരു സവിശേഷതയാണ് മോർണിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇത് ചിമ്പൻസിയുടെ ഒരു
ബിഹേവിയറിൻ്റെ ഒരു പടം ഇങ്ങനെ ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഒരു മോർണിംഗ് ബിഹേവിയർ, അതായത് വിഷമിച്ച് പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു ചിമ്പൻസിയുടെ പടമാണ്. ഇനി മസ്ത് ഇൻ എലഫൻസിൽ കാണപ്പെടുന്ന മസ്ത് അഥവാ മദപ്പാട് എന്ന് പറയും. ഇറ്റ് ഈസ് എ പീരിയോഡിക് കണ്ടീഷൻ ഇൻ മെയിൽ എലഫൻസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈറ്റൻഡ് അഗ്രഷൻ ആൻഡ് സർജ് ഇൻ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ്. ആനകളിൽ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ്, അതായത് അതിന് റീപ്രൊഡക്ഷൻ നടത്താൻ അതിൻ്റെ ശരീരം തയ്യാറാകുമ്പോൾ ആനകൾ, പ്രത്യേകിച്ച് ആണാനകൾ കാണിക്കുന്ന അതിൻ്റെ സ്വഭാവ സവിശേഷതകളെയുമാണ് നമ്മൾ എന്ത് പറയുക, മസ്ത് എന്ന് പറയുക. അതായത് മസ്തിൻ്റെ ഒരു പാഠമാണ് നമ്മൾ മദപ്പാട് എന്ന് പറയും. മദപ്പാടുള്ള സമയത്ത് ആന എപ്പോഴും വയലൻ്റ് ആയിരിക്കും. കാരണം ഈ ആനയുടെ കൂട്ടമെന്ന് പറയുന്നത് പെണ്ണാനകൾ ഒരുമിച്ച് ആണ് നടക്കുക, ആന എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. അപ്പം ഈ പെണ്ണാനകൾ ഒരുമിച്ച് നടക്കുന്നത് കൊണ്ട് റീപ്രൊഡക്ഷൻ എപ്പോഴും നടക്കാറില്ലെങ്കിൽ റീപ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു അഗ്രഷൻ ആനകൾക്ക് എപ്പോഴും ഉണ്ടാകാറില്ല. അപ്പോൾ വർഷത്തിൽ ഒരിക്കലോ 2 വർഷം കൂടുമ്പോഴോ ഒക്കെയാണ് ഈ കൊമ്പനാനകൾക്ക് മദപ്പാടുണ്ടാകുക. അതായത് ഒറ്റയ്ക്ക് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഈ കൊമ്പനാന അതിനെ മേറ്റ് ചെയ്യാനായിട്ട്, അതിൽ ഇണ ചേരാനായിട്ട് ഉള്ള ഹോർമോണുകൾ, അല്ലെങ്കിൽ ശരീരത്തിന് അത്തരം ഹോർമോണുകളെല്ലാം കൂടി ഉൽപ്പാദിപ്പിക്കുകയും ഇണ ചേരാനായിട്ട് ഉള്ള ആവേശം അല്ലെങ്കിൽ അതിനോടുള്ള അമിതമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകുകയും അത് ഈ പെണ്ണാനകളുടെ കൂട്ടത്തെ അന്വേഷിച്ച് നടക്കുകയും അതിനു വേണ്ടിയിട്ട് ബഹളം വയ്ക്കുക അല്ലെങ്കിൽ ചിഹ്നം വിളിക്കുകയും വളരെ വയലൻ്റായിട്ട് അതിനടുത്തേക്ക് വരുന്ന ജീവികളെയൊക്കെ ഓടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനടുത്തേക്ക് വരുന്ന ജീവികളുടെ അടുത്ത് വയലൻ്റായിട്ട് പെരുമാറുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മളെന്ത് പറയുക, മസ്ത് എന്ന് പറയുന്നത്. ഇതിന് ഉണ്ടാകുന്ന ഫിസിക്കൽ ചേഞ്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡ്യൂറിങ് മസ്ത് മെയിൽ എലഫൻസ് എക്സ്പീരിയൻസ് എ സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ഇൻ ടെസ്റ്റോസ്റ്റീറോൺ ലെവൽസ്. മസ്ത് സമയത്ത് ടെസ്റ്റോസ്റ്റീറോൺ ലെവൽ, അതായത് റീപ്രൊഡക്റ്റീവ് ഹോർമോണാണ്. ആൺ ജീവികളിലെ, ആനകളായാലും അത് മനുഷ്യനായാലും എല്ലാ ജീവജാലങ്ങളിലും മാമൽസിൽ ടെസ്റ്റോസ്റ്റീറോൺ എന്ന് പറയുന്ന ഹോർമോൺ റീപ്രൊഡക്റ്റീവ് ഹോർമോണാണ്. ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ റീപ്രൊഡക്ഷൻ നടത്താനായിട്ടുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ അതിനൊരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാകും. They also exhibit physical changes such as thick secretion from the temporal glands on side of their head and constant dribble of urine. ഇത് ആനയുടെ കണ്ണാണ്. കണ്ണിന് തൊട്ട് പുറകിലായിട്ട് കാണപ്പെടുന്ന ഈ റീജിയനെയാണ് നമ്മൾ ടെമ്പറൽ റീജിയൻ എന്ന് പറയുന്നത്. ഈ ടെമ്പറൽ റീജിയനിൽ നിന്നും ഒരു നീര് പോലെ അല്ലെങ്കിൽ ഈ മസ്തിൻ്റെ, അതായത് മദപ്പാടുണ്ടാകുന്ന സമയത്ത് ദ്രാവകം ഇങ്ങനെ ഒലിച്ചു വന്നുകൊണ്ടിരിക്കും. ആനയെ സംബന്ധിച്ചിടത്തോളം ആന ഒരു വിയർപ്പ് ഗ്രന്ഥികളില്ലാത്ത ജീവിയാണ്. അതുകൊണ്ട് തന്നെ ആനയുടെ ശരീരത്തിൽ നിന്നും വെള്ളമായിട്ട് അല്ലെങ്കിൽ വിയർപ്പായിട്ട് പുറത്തേക്ക് ഒന്നും വരാറില്ല. അപ്പോൾ അഥവാ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരം ഗ്രന്ഥികളിൽ നിന്ന് അല്ലെങ്കിൽ മദപ്പാടുണ്ടാകുന്ന സമയത്ത് മസ്ത് ഗ്ലാൻഡിൽ നിന്നും സെക്രീഷൻസ് ഉണ്ടാകും. ഇത് നിരന്തരമായിട്ട് ഇടവിട്ട് യൂറിൻ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് അതിൻ്റെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. അതിൻ്റെ ബിഹേവിയറൽ ചേഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം മോർ അഗ്രസീവ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ. ഇത് ഭയങ്കര അഗ്രസീവായിരിക്കും അല്ലെങ്കിൽ ആക്രമണ സ്വഭാവത്തോട് കൂടിയതായിരിക്കും മദപ്പാടുണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും, അതായത് എപ്പോൾ ചെയ്യുമെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്വഭാവമായിരിക്കും. ദേ മേ ഡിസ്പ്ലേ ഹൈറ്റൻഡ് സെക്ഷൽ ബിഹേവിയർ ആൻഡ് എ സ്ട്രോങ് ഡ്രൈവ് ടു മെയ്റ്റ്. അതായത് സെക്ഷൽ ബിഹേവിയർ, അതായത് ഒരു ഫീമെയിലിൻ്റെ കൂട്ടത്തെ അല്ലെങ്കിൽ ഒരു ഫീമെയിലിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പരാക്രമങ്ങൾ നടത്തും. മേറ്റ് ചെയ്യാനായിട്ടുള്ള ഡ്രൈവ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അമിതമായിട്ടുള്ള ആവേശവും ആഗ്രഹവും ഉണ്ടായിരിക്കും. ദിസ് ക്യാൻ പോസ് ചാലഞ്ചസ് ഫോർ ബോത്ത് വൈൽഡ് ആൻഡ് ക്യാപ്റ്റീവ് എലഫൻസ് ആസ് വെൽ ആസ് ഫോർ ഹ്യൂമൻസ് ഇൻട്രാക്ടിങ് വിത്ത് ദം. ഈ സമയം എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സമയമാണ്. അത് കാട്ടാനകളാണെങ്കിലും നാട്ടാനകളാണെങ്കിലും കാട്ടിലായാലും ഈ സമയത്ത് പ്രശ്നങ്ങളുണ്ടാക്കും. അതിന് സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. മസ്ത് ഈസ് തോട്ട് ടു ബി ലിങ്ക്ഡ് ടു സെക്ഷൽ അറൗസൽ and establishing dominance among males. It can influence their social standing and access to mating opportunities. ഇതിനൊരു പ്രാധാന്യമുണ്ട്. മസ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മദം ഇളകുക എന്ന് പറയുന്നത് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, പ്രത്യുൽപാദനം നടത്താനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഉണ്ടായി വരിക അല്ലെങ്കിൽ ഉണ്ടാകുന്നു എന്നതിൻ്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ ആണാനകളുടെ ഇടയിൽ അല്ലെങ്കിൽ കൊമ്പനാനകളുടെ ഇടയിൽ ഡോമിനൻസ്, ആദ്യം മസ്ത് കാണിക്കുന്ന അല്ലെങ്കിൽ മദപ്പാട് കാണിക്കുന്ന മെയിലിനായിരിക്കും എന്തുണ്ടാകുക,
റീപ്രൊഡക്ഷൻ ചെയ്യാനായിട്ടുള്ള ആഗ്രഹം അല്ലെങ്കിൽ അതിനുള്ള കഴിവുണ്ടാവുക. മറ്റു ജീവജാലങ്ങൾക്ക് ആ കഴിവ് ആ സമയത്ത് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ ഈ കൊമ്പനാനകളുടെ കൂട്ടത്തിൽ ഡോമിനൻസ് കാണിക്കാൻ അല്ലെങ്കിൽ ഡോമിനൻ്റ് മെയിലാകാനൊക്കെ ആയിട്ടുള്ളൊരു അവസരമായിട്ട് അല്ലെങ്കിൽ ഒരു സാധ്യതയായിട്ടാണ്, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മെയിലിനെ കണ്ടെത്താനായിട്ട് ഫീമെയിലിനുള്ള ഒരു അവസരമായിട്ടൊക്കെയാണ് ഈ മസ്തിനെ നമ്മൾ കാണേണ്ടത്. മാനേജിങ് എലഫൻറ്റ് ഈസ് in must can be complex, especially captive settings. It often involves providing safe enclosures, monitoring their behavior, and sometimes using medication to mitigation aggregation. മാനേജ്മെൻറ്റ്, ഇപ്പം കാട്ടിൽ കിടക്കുന്ന ആനയ്ക്ക് മതം ഇളകിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നാട്ടിൽ നമ്മൾ വളർത്തുന്ന ആനയ്ക്ക് മതം ഇളകിയാൽ അത് വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ആഘോഷ പരിപാടികളിലൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അപ്പോൾ അത് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥയാണ് ക്യാപ്റ്റീവ് എലഫൻറ്റിൻ്റെ കാര്യത്തിൽ. അവർ മെഡിക്കേഷൻ കൊടുക്കാം, അതിൻ്റെ ബിഹേവിയർ നമ്മൾ അല്ലെങ്കിൽ സ്വഭാവങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു ആവശ്യമാണ്. ഇനി അടുത്തത് സോഷ്യൽ ഗ്രൂപ്പ്. ഏതൊക്കെ തരത്തിലുള്ള കൂട്ടങ്ങളുണ്ട്, അതാണ് ഈ അടുത്ത വിഷയം എന്ന് പറയുന്നത്. എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ആനിമൽസ് ദാറ്റ് ലീവ് ആൻഡ് ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ. ഒരു കൂട്ടം ജീവജാലങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയും കൂട്ടമായി കാണുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും. സം ആനിമൽസ് പ്രിഫർ ടു ലീവ് എലോൺ വൈൽ അതേഴ്സ് ഫോം ഗ്രൂപ്പ് ഫോർ റീപ്രൊഡക്ഷൻ, ഹണ്ടിങ് ആൻഡ് സർവൈവൽ. ചില ജീവജാലങ്ങൾ ഒറ്റയ്ക്കാണ് കാണപ്പെടുന്നത്. എന്നാൽ കൂട്ടമായിട്ട് ജീവിക്കുന്ന ജീവജാലങ്ങൾ ഹണ്ടിങ്, അതായത് വേട്ടയാടുന്നതിനോ, പ്രൊട്ടക്ഷൻ, അതായത് സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനോ, അതിൻ്റെ സർവൈവൽ, അതിൻ്റെ ജീവിതം നിലനിർത്തുന്നതിനോ കൂട്ടമായിട്ട് കാണപ്പെടാറുണ്ട്. സോഷ്യൽ ഗ്രൂപ്പ്സ് ഹെൽപ്പ് ഇൻ കമ്മ്യൂണിക്കേഷൻ, റേസിംഗ് യങ് ആൻഡ് ഫൈൻഡിങ് ഫുഡ്. സോഷ്യൽ ഗ്രൂപ്പ് എപ്പോഴും നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനും കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനും ഭക്ഷണം കണ്ടെത്തുന്നതിനും സഹായിക്കുന്ന ഒരു സംവിധാനമാണ്. ഒന്നാമത്തെ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫാമിലി ഗ്രൂപ്പാണ്. ഫാമിലി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എ സ്മാൾ ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് പേരൻറ്റ് ആൻഡ് ദെയർ യങ് വൺസ്. അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ ഫാമിലി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പേരൻറ്റ് പ്രൊട്ടക്ട്, ഫീഡ് ആൻഡ് ടീച്ച് ദെയർ യങ് ഹൗ ടു സർവൈവ്. മാതാപിതാക്കൾ ഭക്ഷണം കണ്ടെത്തി കൊടുക്കും, എങ്ങനെയാണ് ഭക്ഷണം കണ്ടെത്തുന്നതിന് പഠിപ്പിച്ചു കൊടുക്കും, എങ്ങനെയാണ് സർവൈവ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കാനായിട്ടുള്ളൊരു സംവിധാനം ഫാമിലി ഗ്രൂപ്പിനുണ്ട്. യങ് ആനിമൽസ് ലേൺ ഇമ്പോർട്ടൻറ്റ് സ്കിൽസ് ബൈ വാച്ചിങ് അഡൽട്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ അഡൽട്ടിനെ, മുതിർന്ന ജീവികളെ കണ്ട് എങ്ങനെയാണ് സ്കില്ല് ഡെവലപ്പ്, എങ്ങനെ കഴിവുകൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന് പഠിക്കുകയും ചെയ്യും. വൺസ് ഗ്രോൺ സം ആനിമൽസ് ലീവ് ടു ഫോം ദെയർ ഓൺ ഗ്രൂപ്പ്സ്. ഒരിക്കൽ കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പുതിയ കൂട്ടങ്ങൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന കൂട്ടങ്ങളിൽ നിന്നും ഉണ്ടാവുകയും അല്ലെങ്കിൽ വേർപെട്ട് പോയി പുതിയ കൂട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. എലഫൻറ്റ്, വോൾസ് തുടങ്ങിയവയൊക്കെ ഫാമിലി ഗ്രൂപ്പിന് എക്സാമ്പിൾസാണ്. ഇനി പാക്സ് എന്ന് പറഞ്ഞാൽ വേട്ടയാടാൻ വേണ്ടിയിട്ട് കൂട്ടമായിട്ട് ജീവികൾ കാണപ്പെടുന്ന രീതികളുണ്ട്. അതിനെയാണ് നമ്മൾ പാക്ക് എന്ന് പറയുന്നത്. ഒരുമിച്ച് ജീവിക്കുകയും വേട്ടയാടുകയും ചെയ്യും. പാക്ക് മെമ്പേഴ്സ് വർക്ക് ആസ് എ ടീം ടു ക്യാച്ച് പ്രേ ആൻഡ് പ്രൊട്ടക്ട് ദെയർ ടെറിട്ടറി. ഇപ്പം ചെന്നായ പോലെയുള്ള ജീവജാലങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, വേട്ടയാടുന്നത്. അതുപോലെ ചെന്നായ്ക്കൾക്ക് ടെറിട്ടറി ഉണ്ട്. അപ്പോൾ വേട്ടയാടാനും ടെറിട്ടറി മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് കൂട്ടമായിട്ട് ഇങ്ങനെ ജീവികൾ കാണുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, പാക്സ് എന്ന് പറയുന്നത്. ഹാവ് എ ക്ലിയർ ഹയറാർക്കി വിത്ത് ഡോമിനൻറ്റ് ആൻഡ് സബ്മിസീവ് മെമ്പേഴ്സ്. ഇങ്ങനെ പാക്കിനകത്ത് ഒരു ഹയറാർക്കി ഉണ്ട്. ഏറ്റവും മുതിർന്ന ശക്തനായിട്ടുള്ള മെയിലായിരിക്കും അതിൻ്റെ ടോപ്പിലുണ്ടാവുക, അല്ലെങ്കിൽ അതിൻ്റെ ഡോമിനൻ്റ് ആയിട്ടുള്ള ആനിമൽ ഉണ്ടാകും. അപ്പം ഹയറാർക്കി എന്ന് പറയുന്ന പ്രത്യേകത പാക്കിനുണ്ട്. സ്ട്രോങ് കോപ്പറേഷൻ ഹെൽപ്പ് ഇൻ സർവൈവൽ ആൻഡ് എഫിഷ്യൻറ്റ് ഹണ്ടിങ്. ഇങ്ങനെ പരസ്പരം കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, സഹകരിക്കുന്നത് കൊണ്ട് വേട്ടയാടാനും അതിൻ്റെ ടെറിട്ടറി മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമാണ്. എക്സാമ്പിൾസ് ലയൺ, വോൾസ് എന്നിവയാണ്. ഇനി ഹാർഡ് ഉണ്ട്. ഹാർഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മൂവ് ആൻഡ് ഫീഡ് ടുഗദർ. കൂട്ടമായിട്ട് ഒരുമിച്ച് സഞ്ചരിക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ജീവജാലങ്ങളെയാണ് നമ്മൾ ഹാർഡ് എന്ന് പറയുന്നത്. സ്റ്റേയിങ് ഇൻ എ ഹാർഡ് പ്രൊവൈഡ് സേഫ്റ്റി ഫ്രം പ്രിഡേറ്റേഴ്സ്. ഇങ്ങനെ കൂട്ടമായിട്ട് താമസിക്കുന്നത് കൊണ്ട് അവയെ പിടിക്കാൻ വരുന്ന ജീവജാലങ്ങൾ അല്ലെങ്കിൽ പ്രിഡേറ്റേഴ്സിൽ നിന്നും അതിന് പെട്ടെന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ സർവൈവ് ചെയ്യാനോ സാധിക്കും. ഇഫ് എ പ്രെഡേറ്റർ അറ്റാക്സ് ദ ഹാർഡ് കൺഫ്യൂസസ് ബൈ റണ്ണിങ് ഇൻ ഡിഫറെൻറ്റ് ഡിറക്ഷൻസ്. ഒരു സീബ്രയുടെയോ എലഫൻറ്റിൻ്റെ കൂട്ടത്തിലേക്കൊക്കെ
അതിൻ്റെ പ്രെഡേറ്റേഴ്സ് വരികയാണെന്നെങ്കിൽ, പ്രത്യേകിച്ച് സീബ്രയുടെ കൂട്ടത്തിലേക്കൊക്കെ അതിനെ പിടിക്കാനായിട്ട് പുലിയോ സിംഹമോ കടുവയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് പല സ്ഥലങ്ങളിലേക്ക് ഓടി രക്ഷപ്പെടും. അങ്ങനെ പ്രെഡേറ്റേഴ്സിനെ കൺഫ്യൂസ് ചെയ്ത് അതിൻ്റെ സർവൈവൽ ഉറപ്പുവരുത്താനായിട്ട് ഇതിൻ്റെ കൂട്ടമായിട്ട് താമസിക്കുന്നതുകൊണ്ട് സാധിക്കും. ഇത്തരം കൂട്ടത്തെയാണ് നമ്മൾ ഹേർഡ്സ് എന്ന് പറയുക. എലഫൻസും സീബ്രയും ഹേർഡ് എന്ന് പറയുന്ന കൂട്ടത്തിൽ വരുന്ന ജീവജാലങ്ങളാണ്. ഇനി കോളനിയുണ്ട്. എ വെരി ലാർജ് ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ലിവിങ് ടുഗദർ ഇൻ എ സ്ട്രക്ചേർഡ് വേ. ഒരു നിശ്ചിത സംവിധാനത്തിൽ ധാരാളം ജീവജാലങ്ങൾ, അത് 10 50 അല്ല, 10 500 1000 അതിൽ മുകളിലോ ജീവജാലങ്ങൾ ഒരുമിച്ച് ഒരു കൃത്യമായ ക്രമീകരണത്തിൽ സ്ട്രക്ചേർഡ് വേ എന്നാണ് പറയുന്നത്. സ്ട്രക്ചേർഡ് വേയിൽ താമസിക്കുന്നതിനെയാണ് നമ്മൾ കോളനി എന്ന് പറയുന്നത്. കോളനിയിൽ ഓരോ മെമ്പേഴ്സിനും ഓരോ റോളുണ്ടായിരിക്കും. നമ്മൾ ഏറ്റവും എളുപ്പം പറയാൻ പറ്റുന്നത് ഹണി ബീയുടെ കോളനിയാണ്. ഹണി ബീയുടെ കോളനി എടുത്തു കഴിഞ്ഞാൽ വർക്കേഴ്സ് ഉണ്ടാകും, ഡ്രോൺസ് ഉണ്ടാകും, ക്യൂൻസ് ഉണ്ടാകും. ഇത് 3 ആൾക്കാരും 3 പ്രത്യേക ജോലികളാണ് ചെയ്യുന്നത്. ഒരു ജോലിയും ഒരാളുടെ ജോലി വേറൊരാൾ ഒരിക്കലും ചെയ്യാറുമില്ല. അങ്ങനെ ഒരു കൂട്ടമായിട്ട് പ്രത്യേക സംവിധാനത്തിൽ അല്ലെങ്കിൽ പ്രത്യേക ക്രമീകരണത്തിൽ പ്രത്യേക വർക്ക് ഡിവിഷനോട് കൂടി താമസിക്കുന്നതിനെയാണ് നമ്മൾ കോളനി എന്ന് പറയുന്നത്. കോളനീസ് പ്രൊവൈഡ് സ്ട്രോങ് പ്രൊട്ടക്ഷൻ എഗനിസ്റ്റ് എനിമീസ്. സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ പല വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ആയിരക്കണക്കിന് ജീവികൾ ഒരു കൂട്ടമായിട്ട് താമസിക്കുന്നതുകൊണ്ട് പ്രെഡേറ്റേഴ്സിനെതിരെ സർവൈവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ആൻസ്, ഹണി ബീസ്, പെൻഗ്വിൻസ് തുടങ്ങിയവയൊക്കെ കോളനീസിന് ഉദാഹരണമാണ്. ടെമ്പററി ഗ്രൂപ്പുണ്ട്. ഒരു ചെറിയ കാലയളവിലേക്ക് ജീവികൾ കൂട്ടം ചേർന്ന് താമസിക്കുകയോ മൈഗ്രേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ ടെമ്പററി ഗ്രൂപ്പ് എന്ന് പറയുക. ദീസ് ഗ്രൂപ്പ് മേ ഫോം ഡ്യൂറിങ് മൈഗ്രേഷൻ, മേറ്റിംഗ് ഓർ ബ്രീഡിംഗ് സീസൺ. ഒന്നുകിൽ മൈഗ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബ്രീഡിംഗ് സീസണിലോ അല്ലെങ്കിൽ മേറ്റിങ്ങിനോ വേണ്ടി മാത്രമേ ഇത്തരം ജീവജാലങ്ങൾ ഒരുമിച്ച് കൂടുകയുള്ളൂ. അതിനെ നമ്മൾ ടെമ്പററി ഗ്രൂപ്പ് എന്ന് പറയും. വൺസ് ദെയർ ഗോൾ ഈസ് അച്ചീവ്ഡ് ദേ സെപ്പറേറ്റ്. ഒരിക്കൽ മൈഗ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മേറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രീഡിംഗ് സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ആയിട്ട് പോവുകയും ചെയ്യും. ബേർഡ്സ്, വിൽഡ് ബീസ്റ്റ് ഒക്കെ തുടങ്ങിയവ ഇത്തരം ടെമ്പററി ഗ്രൂപ്പിന് ഉദാഹരണങ്ങളാണ്. ഇനി സോഷ്യൽ ഗ്രൂപ്പിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പ്രൊട്ടക്ഷനാണ്. കൂട്ടമായിട്ട് താമസിക്കുന്നത് കൊണ്ട് അതിന് മറ്റ് ജീവജാലങ്ങളിൽ നിന്നും പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയും. ഹണ്ടിങ്, വേട്ടയാടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള കൂട്ടമായിട്ട് താമസിക്കുന്നത് കൊണ്ട് വേട്ടയാടി ഭക്ഷണം കണ്ടെത്താനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കപ്പെടും. കെയറിങ് ഫോർ യങ്, കുഞ്ഞുങ്ങളെ വളർത്താനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. കമ്മ്യൂണിക്കേഷൻ, അനിമൽസ് ഇൻ എ ഗ്രൂപ്പ് ഷെയർ ഇൻഫർമേഷൻ അബൌട്ട് ഡേഞ്ചർ ആൻഡ് ഫുഡ്. ഭക്ഷണം കണ്ടെത്തുന്നതിനോ അപകടം പെട്ടെന്ന് തിരിച്ചറിയുന്നതിനോ ഒക്കെ ഈ ഗ്രൂപ്പായിട്ട് താമസിക്കുന്നത് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ എന്ന രീതിയിലൂടെ, അല്ലെങ്കിൽ ശബ്ദമാകാം, ഗസ്റ്റേഴ്സ് ആകാം, അല്ലെങ്കിൽ ഫിറമോൺസ് ആകാം തുടങ്ങിയവയിലൂടെ അത് സാധ്യമാക്കുന്നു. സർവൈവൽ, ലിവിങ് ഇൻ ഗ്രൂപ്പ്സ് ഇൻക്രീസ് ദ ചാൻസ് ഓഫ് സർവൈവൽ ഇൻ ദ വൈൽഡ്. അതായത് പ്രത്യേകിച്ചും വൈൽഡായിട്ടുള്ള കണ്ടീഷനിൽ, വന്യമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ ഒരുപാട് ആയിരക്കണക്കിന് ജീവികൾ ഒരുമിച്ച് താമസിക്കുന്ന പ്രദേശമാണ് ഒരു വന്യമായ ഒരു വനമായാലും ഒരു ഡെസേർട്ടായാലും എന്തായാലും. അപ്പം വന്യജീവികളുടെ ഈ കൂട്ടത്തിൽ അതിൻ്റെ സർവൈവൽ, അതിൻ്റെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ ഈ ഗ്രൂപ്പിംഗ് സഹായിക്കും. ഇത്രയും വിശദാംശങ്ങളാണ് ഈ സോഷ്യൽ ബിഹേവിയർ എന്ന വിഷയത്തിൽ, പ്രത്യേകിച്ച് സോഷ്യൽ ബിഹേവിയർ ആൻഡ് ഡോമിനൻസ് എന്ന ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചോദിക്കാവുന്നതാണ്. എന്താണ് വാട്ട് ഈസ് സോഷ്യൽ ബിഹേവിയർ എന്നുള്ള 1 മാർക്ക് ചോദ്യം ചോദിക്കും. ഇനി 4 മാർക്കായിട്ട് ടൈപ്സ് ഓഫ് സോഷ്യൽ ബിഹേവിയർ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാം. ഇനി 2 മാർക്ക് ചോദ്യം ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ബിഹേവിയർ, സോഷ്യൽ ബിഹേവിയറിൻ്റെ പ്രാധാന്യം എന്താണ്. ഇനി അതിൻ്റെ എക്സാമ്പിൾസ്, ഗീവ് ആൻ എക്സാമ്പിൾ ഫോർ സോഷ്യൽ ബിഹേവിയർ എന്ന് ചോദിക്കാം. പിന്നീട് ചോദിക്കാനുള്ളത് ഡോമിനൻസ് ഹൈറാർക്കി എന്നുള്ള 2 മാർക്ക് ചോദ്യമാണ്. എന്താണ് ഡോമിനൻസ് ഹൈറാർക്കി എന്നുള്ളത്. ദെൻ ഡിഫറൻഷിയേറ്റ് ടെറിട്ടോറിയാലിറ്റി ആൻഡ് ഹോം റേഞ്ച് എന്നൊരു ചോദ്യം ടെറിട്ടോറിയാലിറ്റിയും ഹോം റേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം. ടെറിട്ടറി സിംഗിളായിട്ടോ അല്ലെങ്കിൽ ടെറിട്ടോറിയാലിറ്റി സിംഗിളായിട്ടോ ഹോം റേഞ്ച് സിംഗിളായിട്ടോ 1 മാർക്ക് ചോദ്യമായിട്ടും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. മോർണിംഗ് ബിഹേവിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജീവജാലങ്ങൾ കാണിക്കുന്ന ഗ്രീഫിനെയോ സാഡ്നെസ്സിനെയൊക്കെയാണ് നമ്മൾ മോർണിംഗ് ബിഹേവിയർ എന്ന് പറയുക. ഇത് 1 മാർക്ക് ചോദ്യമായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. പിന്നീട് മസ്ത് എപ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണ്. 4 മാർക്ക് ചോദ്യമായിട്ട് ചോദിക്കുന്നതാണ് മസ്ത്. എന്താണ് മസ്ത്? മസ്തിൻ്റെ ബിഹേവിയറൽ ചേഞ്ചസ് എന്താണ്? സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്താണ്? മാനേജ്മെൻറ്റ്, എങ്ങനെയാണ് മസ്ത് മാനേജ് ചെയ്യേണ്ടത് തുടങ്ങിയവ 4 മാർക്ക് ചോദ്യമായിട്ട് ചോദിക്കും.
പിന്നീട് സോഷ്യൽ ഗ്രൂപ്പ്, വാട്ട് ഈസ് എ സോഷ്യൽ ഗ്രൂപ്പ് എന്നുള്ളത് 1 മാർക്ക് ചോദ്യം ചോദിക്കാം. ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് 4 മാർക്കോ 6 മാർക്കോ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പിന് പ്രാധാന്യം, ഇതൊരു എസ്സേ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം. ഇത്രയും വിശദാംശങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചുള്ളത്. താങ്ക് യു.